അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഗ്ലോബൽ ടോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ആളുടെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. IT ഫാം ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അങ്ങനെ വിചാരിച്ചു. മെഡിക്കലും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിരുന്നു. ആദ്യം ഞാൻ കുറച്ചൊരു നെർവസ് ആയിരുന്നു. പിന്നെ കുറച്ച് ചെയ്തു വന്നപ്പോൾ ട്രാക്കൊക്കെ കയറി. കിട്ടിയിട്ടുള്ള ഒരാളുണ്ട്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെയാണ് കേട്ടോ. ഒരാൾ 98 ഉണ്ട്, 91 ഉണ്ട്, 88 ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സെലിബ്രേഷന്. ഗ്ലോബൽ ടോപ്പർ ആണ് ഇത് റമീസ. പിന്നെ അടുത്ത റിസ്വാന ഉണ്ട്, ആദിലുണ്ട്. മൊത്തത്തിലുള്ള ഒരു ടോപ്പറാണ് ഞാൻ. എൻ്റെ പേര് ആദില. ഞാൻ BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണ്. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചതാണ്. ഞാൻ റമീസ. ഞാൻ BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റഡ് ആണ്. പിന്നെ ഞാൻ IU ആർട്സ് കോളേജിൽ നിന്നാണ് BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്. ഞാൻ റിസ്വാന, BA ഹിസ്റ്ററി ആണ്. PSMO തിരൂരങ്ങാടിയിലാണ് പഠിച്ചത്. ഓക്കെ റിസ്വാന, ഏതായിരുന്നു ബാച്ച്? ഞാൻ ഓഗസ്റ്റ് 2023 കഴിഞ്ഞു. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് സൂപ്പറായിരുന്നു. എല്ലാതും അനാട്ടമിയും ICDയും എല്ലാ CPT എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ കവർ ചെയ്തിരുന്നു. ഓക്കെ റമീസ, ഏതായിരുന്നു ബാച്ച്? ഞാൻ 23 ജൂലൈ ബാച്ച്. റമീസ ഏതായിരുന്നു? ഡിഗ്രി ഏതായിരുന്നു? ഞാൻ BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ് എടുത്തിട്ട് കോഡിങ്ങിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? കുറച്ചുകൂടി നല്ല സ്കോപ്പുള്ള ഫീൽഡായിട്ട് തോന്നി. IT ഫാം ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അങ്ങനെ വിചാരിച്ചു. പിന്നെ മെഡിക്കലും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഓക്കെ, ഇപ്പൊ എല്ലാവരും CPC എക്സാം ഒക്കെ എഴുതിയിട്ട് ഇരിക്കല്ലേ? അതിലൂടെ സ്കോർ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് 88%. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഓക്കെ, അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിപ്പറേഷനൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിരുന്നു. ആദ്യം ഞാൻ കുറച്ചൊരു നെർവസ് ആയിരുന്നു. അപ്പോൾ ആദ്യം ടൈമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ചെയ്തു വന്നപ്പോൾ ട്രാക്കൊക്കെ കയറി. പിന്നെ ലാസ്റ്റ് ഓക്കെ. ഇപ്പൊ ടൈമൊക്കെ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് ടൈമൊക്കെ ഓക്കെ ആയിരുന്നു? കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്ക് എക്സാമിനാണെങ്കിലും ഒരു 25 മിനിറ്റ്സ് ഒക്കെ റിമൈൻഡ് ഉണ്ടായി. നമ്മൾ ഇവിടുന്ന് ചെയ്ത മോക്കൊക്കെ എങ്ങനെയാണ് എക്സാമിന് ഹെൽപ്പ് ചെയ്തത്? നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ആ പേടിയൊക്കെ അതുകൊണ്ടാണ് ഒരു വിധം മാറി കിട്ടിയത്. ഏകദേശം ഇപ്പൊ എത്ര ടൈം ചെയ്തിട്ടുണ്ടാവും? കോഴ്സ് കഴിഞ്ഞിട്ട് മോക്ക് എത്ര ഇരുന്നിട്ടാണ് ഇപ്പൊ എക്സാം എഴുതിയത്? ഞാനൊരു 3 months ഇങ്ങനെ. 3 months നമ്മളെ കോഴ്സ് അത് കഴിഞ്ഞിട്ട് 3 months അടുത്ത് പ്രിപ്പറേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇടയിൽ ബ്രേക്ക് ഒക്കെ കുറെ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഗ്ലോബൽ ടോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ആളുടെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. റമീസയുടെ സ്കോർ ഒന്ന് പറയാമോ? 98%. 98%. എങ്ങനെയായിരുന്നു അത് കിട്ടിയപ്പോൾ? എക്സ്പെക്റ്റഡ് ആയിരുന്നോ? എക്സ്പെക്റ്റഡ് കുഴപ്പമില്ലായിരുന്നു. എക്സാമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കോഡ് എടുക്കാനൊക്കെ പറ്റിയിരുന്നു. ടൈമൊക്കെ ശരിയായിരുന്നു. പിന്നെ പാസ്സാവുന്നുള്ളൊരു റമീസയുടെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ, എങ്ങനെയായിരുന്നു? ഞാൻ കോഴ്സ് ചെയ്തിട്ട് ഒരു 1 year ഗ്യാപ്പ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് വന്ന് പിന്നെ വർക്ക്ഷീറ്റൊക്കെ ചെയ്ത് ഒന്നും കൂടി സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷീറ്റ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് ബുക്ക് മോക്ക് ഉണ്ടായിരുന്നു, ഫോൺ മോക്കും ചെയ്തു, അത് റിപ്പീറ്റും ചെയ്തിരുന്നു. പിന്നെ 500-ലധികം ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നു, അത് ചെയ്തിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ കുറച്ചൊക്കെ ഞാൻ യൂട്യൂബിലും അങ്ങനെയൊക്കെ നോക്കി റെഫർ ചെയ്ത് നോക്കി. അപ്പം നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്നത് CPC ട്രെയിനിങ് സെയിം ആയിട്ട് തന്നെയാണ്. അപ്പം റമീസയുടെ കുറച്ച് എഫേർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് BA ഇംഗ്ലീഷ് ആയിട്ട് പോലും അവൾക്ക് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. സോ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ഓക്കെ, റിസ്വാനയുടെ CPC സ്കോർ എത്രയായിരുന്നു? 91% ആയിരുന്നു. എങ്ങനെയാണ്, നിങ്ങൾ സെയിം ആയിട്ട് തന്നെയാണോ പ്രിപ്പയർ ചെയ്തത്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നിച്ച് ഗ്രൂപ്പായിട്ടാണ് പ്രിപ്പറേഷൻ ചെയ്തത്. ഓക്കെ, ഇനി ഓരോരുത്തരുടെയും ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇൻഷാ അല്ലാഹ് ഇനി ജോബ് കയറണം എന്നാണ്. എന്തായിരുന്നു ഇയാളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ചെന്നൈയിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല ജോലിക്ക് കയറണം. എങ്ങനെയാണ്, ഇപ്പം അടുത്ത് തന്നെ ജോബിന് കയറാനാണോ? അതിലേടത് എങ്ങനെയായിരുന്നു? ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് തന്നെ ചേരണം എന്നാണ്. കുറെ ആയിട്ടൊരു ബ്രേക്കിലാണ് പഠനമൊക്കെ ആയിട്ട്. അപ്പം എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണം തന്നെ. അപ്പൊ ഇപ്പൊ എല്ലാവരും CPC ഒക്കെ എഴുതി റിസൾട്ട് ഒക്കെ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി ഡിലേ ആക്കാണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, വരുന്ന വേക്കൻസീസ് ഒക്കെ ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് മെഡിക്കൽ കോഡിങ്ങിൽ മെയിൻ ആയിട്ട് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാവരും വരുന്ന വേക്കൻസീസ് മിസ് ചെയ്യാണ്ട്, ഇപ്പൊ നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞ പോലെ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വരുന്ന വേക്കൻസീസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ കയറുക, എക്സ്പീരിയൻസ് ആക്കുക, ഫ്യൂച്ചറൊക്കെ സെറ്റ് ആക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.